ശബരിമലയുടെ പ്രസക്തി ലോകമെമ്പാടും എത്തിക്കാനെന്ന പേരിൽ പിണറായി സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥത്തിൽ കോടികളുടെ അഴിമതി നടത്താനുള്ള ഒരു മറയായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളിൽ പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഗൗരവകരമായ ആരോപണങ്ങൾ ഓരോ ഭക്തന്റെയും നെഞ്ചു പൊളിക്കുന്നതാണ്. ഒന്നും രണ്ടുമല്ല, ഏകദേശം 7 കോടി രൂപയാണ് ഈ പരിപാടിക്കായി സർക്കാർ ദൂർത്തടിച്ചത്. എന്നാൽ ഈ 7 കോടി രൂപ എന്തിനാണ് ചെലവാക്കിയത് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ സാധിക്കുന്നില്ല. ഭക്ഷണത്തിന്റെ പേരിലും ഭജന സംഘങ്ങളെ ഏർപ്പാടാക്കിയതിന്റെ പേരിലും വലിയ രീതിയിലുള്ള കള്ളക്കണക്കുകളാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ ലക്ഷങ്ങൾ വിലയുള്ള കട്ടിൽ വാങ്ങിയതിലും വലിയ ക്രമക്കേട് നടന്നുവെന്ന വാർത്തകൾ ഭക്തരെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. ദേവസ്വം മന്ത്രി VN വാസവന് ഈ കൊള്ളയിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല എന്ന് രമേശ് ചെന്നിത്തല ആഞ്ഞടിക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ എല്ലാ ഒരുക്കങ്ങൾക്കും മുൻകൈയെടുത്തതും നിർദ്ദേശങ്ങൾ നൽകിയതും മന്ത്രി തന്നെയാണ്. ഇത് വലിയ വിജയമാണെന്ന് പറഞ്ഞ് ആദ്യം അഭിമാനം കൊണ്ട മന്ത്രി ഇപ്പോൾ അഴിമതി കഥകൾ പുറത്തു വരുമ്പോൾ എല്ലാം ദേവസ്വം ബോർഡിന്റെ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാൻ ശ്രമിക്കുകയാണ്. നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മന്ത്രി നൽകിയ മറുപടിയും ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇക്കാരണത്താൽ മന്ത്രിക്കെതിരെ രമേശ് ചെന്നിത്തല സ്പീക്കർക്ക് അവകാശ ലംഘനം നോട്ടീസ് നൽകി കഴിഞ്ഞു. ലോകത്ത് ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ പരിപാടി കഴിഞ്ഞതിന് ശേഷം സ്പോൺസർമാരെ തേടി നടക്കുന്ന വിചിത്രമായ നടപടിയാണ് ഇവിടെ നടക്കുന്നത്. ടെൻഡർ പോലും വിളിക്കാതെ ഊരാളുങ്കലിന്റെ സബ്സിഡിയറി കമ്പനിയെ ചുമതല ഏൽപ്പിച്ചത് അഴിമതി നടത്താൻ വേണ്ടിയാണെന്നത് വ്യക്തമാണ്. യുവതി പ്രവേശനം മുതൽ തുടങ്ങിയ ശബരിമലയോടുള്ള ഈ സർക്കാരിന്റെ വിരോധം ഇപ്പോൾ കോടികളുടെ കൊള്ളയിലെത്തി നിൽക്കുകയാണ്. ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ച പലരും ജയിലിൽ പോകേണ്ടി വരുമെന്ന് രമേശ് ചെന്നിത്തല മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് പേരെടുക്കാൻ വേണ്ടി നടത്തിയ ഈ പ്രഹസനം ഭക്തരുടെ പണം തട്ടിയെടുക്കാനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. അയ്യപ്പന്റെ പേരിൽ നടക്കുന്ന ഈ പകൽ കൊള്ളയ്ക്ക് എതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ആ പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം. VN വാസവൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. 7 കോടി രൂപ ചെലവഴിക്കേണ്ട എന്താവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഭക്ഷണം കൊടുത്തതിന്, ഭജന ഏർപ്പാട് ചെയ്തതിന്, മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിച്ചതിന്, ഇതെല്ലാം വലിയ ക്രമക്കേടുണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രമായ ശബരിമലയുമായി ഉയർന്നു വരുന്ന ഓരോ ആരോപണങ്ങളും ഒരു ഭക്തൻ എന്ന നിലയിൽ എന്നെപ്പോലെയുള്ള ഭക്തന്മാർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ലോകത്തെമ്പാടും ശബരിമലയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഏതായാലും അവിടെ നടക്കുന്ന വെട്ടിപ്പ് കൊണ്ട് ലോകമെമ്പാടും ശബരിമലയെ പ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ്. ദേവസ്വം മന്ത്രി VN വാസവൻ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ആഗോള സംഗമത്തിന്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി മുൻകൈ എടുത്തത് മന്ത്രിയാണ്. നിർദ്ദേശങ്ങൾ കൊടുത്തത് മന്ത്രിയാണ്. അത് വൻ നേട്ടമാണെന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ടത് ഈ മന്ത്രിയാണ്. പക്ഷേ തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വരുമ്പോൾ തനിക്ക് ഉത്തരവാദിത്വമില്ല, എല്ലാം ബോർഡിന്റെ തലയിലാണ് എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രിക്ക് എങ്ങനെ ഒഴിയാൻ കഴിയും? ഞാൻ ഇന്നലെ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നിയമസഭയിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മറുപടിയായി മന്ത്രി പറഞ്ഞത് കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 7 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചതെന്ന് പറയും. എന്തിനാണ് 7 കോടി രൂപ ചെലവഴിച്ചത്? 7 കോടി രൂപ ചെലവഴിക്കേണ്ട എന്താവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഭക്ഷണം കൊടുത്തതിന്, ഭജന ഏർപ്പാട് ചെയ്തതിന്, മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിച്ചതിന്, ഇതെല്ലാം വലിയ ക്രമക്കേടുണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വാസ്തവത്തിൽ ഇത് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരോടുള്ള ഏറ്റവും വലിയ ക്രൂരതയല്ലേ ഇവർ കാണിക്കുന്നത്? എന്നിട്ട് മന്ത്രി പറയുന്നു എനിക്കൊരു ഉത്തരവാദിത്വമില്ല. 7 കോടി രൂപയുടെ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിട്ട് ആ സംഗമം കഴിഞ്ഞിട്ടാണ് സ്പോൺസർമാരെ തിരക്കി നടക്കുന്നത്. എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പരിപാടിക്ക് സ്പോൺസർമാരെ നേരത്തെയാണ് തീരുമാനിക്കുന്നത്, കണ്ടെത്തുന്നത്. ഇവിടെ പരിപാടി കഴിഞ്ഞിട്ട് സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഡർ വിളിക്കാതെയാണ് ഊരാളുങ്ങളുടെ സബ്സിഡിയറി കമ്പനിക്ക് ചുമതല ഏൽപ്പിച്ചത്. അടിമുടി ഇതിനകത്ത് അഴിമതിയാണ്.
ആ അഴിമതിയിൽ നിന്ന് മന്ത്രിക്ക് മാറി നിൽക്കാൻ സാധ്യമല്ല. ശരിയായ ഒരു അന്വേഷണം നടത്തിയാൽ പലരും ഇതിന്റെ പേരിൽ തന്നെ നിയമത്തിന്റെ മുമ്പിൽ പോകേണ്ടി വരും, ജയിലിൽ പോകേണ്ടി വരും. ശരിയായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണം. ഉണ്ടാവുകയാണെങ്കിൽ പലരും അഴി എണ്ണേണ്ടി വരും. അയ്യപ്പന്റെ പേരിലുള്ള ഈ കൊള്ള ഇടതുപക്ഷത്തിന്റെ കാലത്ത് ഇപ്പൊ തുടർന്ന് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന് ശബരിമലയോട് ഇത്രയും വലിയ വിരോധം എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. യുവതീ പ്രവേശനത്തിൽ തുടങ്ങിയതാണ്, ഇപ്പോഴെത്തി നിൽക്കുന്ന ആഗോള സംഗമത്തിൽ കോടികളുടെ അഴിമതിയാണ്. അതുകൊണ്ട് ആഗോള സംഗമത്തെ സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. ഇത് നടന്നിട്ടുള്ള വെട്ടിപ്പും തട്ടിപ്പും പുറത്തു വരണം. ഇത് എന്തിനു വേണ്ടി നടത്തിയെന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ വെട്ടിപ്പ് നടത്താൻ വേണ്ടി ഓരോ പദ്ധതികളും കോൺക്ലേവുകളും നടത്തി തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പേരെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ്.